ഓർമ്മകളിൽ 1964 പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മഖാം എന്ന് വിളിക്കപ്പെടുന്ന ജാറം അതാ കുറെ ചെറുപ്പക്കാരിൽ നിന്ന് പൊളിച്ചു മാറ്റി. കറുസേവ നടത്തി ജമാഅത്ത് ഇസ്ലാമിക്കാര്. എവിടെ? കുറ്റ്യാടിയിൽ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് അവർക്ക് അതിന് അധികാരം കൊടുത്തത്? അവരുണ്ടാക്കിയ ജാറമാണോ അവർ പൊളിച്ചത്? അന്യന്റെ ജാറം മറ്റൊരാളുണ്ടാക്കിയ സാധനം പൊളിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? മറ്റൊരാൾ ഉണ്ടാക്കി വെച്ചൊരു വസ്തു പൊളിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? ചോദ്യം ഒന്ന്. രണ്ടാമത് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യമല്ലേ? ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമല്ലേ? ചോദിക്കട്ടെ, അവർ ഭരണാധികാരികളാണോ? ഇത് പൊളിക്കണമെങ്കിൽ അത് വന്നിട്ട് ഇവിടുത്തെ കോടതിയുടെ നിയമപ്രകാരം സുപ്രീം കോടതി വിധിച്ചിട്ടാണോ പൊളിച്ചത്? അല്ല, ഇവിടുത്തെ പോലീസുകാർ വന്നിട്ടാണോ പൊളിച്ചത്? അക്രമ പ്രവർത്തനമല്ലേ? തീവ്രവാദമല്ലേ? ഭീകരവാദമല്ലേ? കുറ്റ്യാടിയിൽ നടന്നതല്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഈ മൊയ്തു മൗലവി കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചതല്ലേ? മുജാഹിദിനോട് ഞാൻ ചോദിക്കുന്നു, എടവണ്ണ, ആ എടവണ്ണയില് മഹാന്മാരെ മഖ്ബറ ഞങ്ങൾ പൊളിച്ചു നീക്കി എന്ന് പറഞ്ഞിട്ട് വിഗ്രഹധ്വംസനം നടത്തിയതല്ലേ നിങ്ങൾ എഴുതി വെച്ചത്? ഞാൻ ചോദിക്കുന്നു, പഴയ ആളുകൾ, നിങ്ങൾ അവരുടെ ഉപ്പാപ്പമാര് ഉണ്ടാക്കി വെച്ച മഖ്ബറ പൊളിക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ ഭീകരവാദികളല്ല എന്ന് മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ പറയുന്നുവെങ്കിൽ ഞാൻ ചോദിക്കുന്നു, എടവണ്ണയിലെ മഖ്ബറ നിങ്ങൾ പൊളിച്ചു എന്ന് നിങ്ങൾ എഴുതി വെച്ചത് ഞങ്ങളെ കയ്യിൽ രേഖയുണ്ട്. കുറ്റ്യാടിയിലെ മഖ്ബറ നിങ്ങൾ പൊളിച്ചു എന്ന് ഞങ്ങളെ കയ്യിൽ രേഖയുണ്ട്. ചോദിക്കട്ടെ, ഇത് തീവ്രവാദമല്ലേ? നിയമം കയ്യിലെടുക്കലല്ലേ? മുൻഗാമികൾ ഉണ്ടാക്കി വെച്ച മഖ്ബറ പൊളിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് അധികാരം? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തി സുന്നികളെ അതാ അടിച്ചമർത്തിയൊരു കാലം. അന്ന് SSFന് ശക്തി ഉണ്ടായിരുന്നില്ല, അന്ന് SYSന് ശക്തി ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ സംഘടനകൾ വളർന്നിരുന്നില്ല. മഹാനായി കെ ഹസൻ മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദും ഒക്കെ നേതൃത്വം കൊടുത്ത് SYS വളർത്തി, SSF വളർത്തി, ശക്തമായ ഒരാദർശ പ്രസ്ഥാനമായി നമ്മുടെ സംഘടന വളർന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ, അതാ ജമാഅത്ത് ഇസ്ലാമിക്കാര് തലശ്ശേരിയിൽ 2 ഖബർ പൊളിച്ചു. SSFന്റെ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ തന്നെ അത് രണ്ടാമത് നിർമ്മിക്കേണ്ടി വരും. അവസാനം വന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാര് പ്രബോധനത്തിൽ എഴുതിയത് എന്താണെന്നറിയോ? ഭരണമില്ലാതെ ജാറം പൊളിക്കാൻ പോയാൽ, ഖബർ പൊളിക്കാൻ പോയാൽ സ്വന്തം ഖബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാകും. അങ്ങനെയാണ് സുഹൃത്തുക്കളെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ഞാനിത് പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിക്ക് ഹലാലാവോ? കാരണം പഴയ കാലത്ത് മൗദൂദി പറഞ്ഞതെന്താ? അതുപോലെ തന്നെ അവരുടെ പുസ്തകത്തിലുള്ളതെന്താ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വായിച്ച പുസ്തകത്തിൽ മുഴുവനും പറയുന്നത് എന്താ? അതാ മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ഈ മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. നിങ്ങളതിന്റെ കൊടി പിടിക്കാൻ പാടില്ല. നിങ്ങളതിന്റെ കൊടി പിടിക്കുകയോ ആ വ്യവസ്ഥയിൽ നിങ്ങളതാ പങ്കുവഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലാണെന്ന് IPH പ്രസിദ്ധീകരിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിലില്ലേ? അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്ന് IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലില്ലേ? ചോദിക്കട്ടെ, അതൊക്കെ മാറ്റിയതെപ്പോഴാ? മഖ്ബറ പൊളിക്കണമെങ്കിൽ ഭരണം വേണമെന്ന ചിന്തയിൽ നിന്നല്ലേ? ചോദിക്കട്ടെ, മുജാഹിദികള് അതാ നാടുകാണിയില്, അതേ നിലമ്പൂരിനടുത്ത് നാടുകാണിയില് രാത്രി സമയത്ത് ആരും കാണാതെ മഖ്ബറ പൊളിച്ചു. കാരണം SSFും SU ഒക്കെ ശക്തിപ്പെട്ട സമയമാണ്. പക്ഷേ പിടിച്ചത് SI തന്നെയാണ് പിടിച്ചത്. ഇവരെ ഈ സമയത്തിന്റെ ഇവിടെ കാണുന്നു എന്നുള്ള നിലക്ക് ഞാൻ അന്ന് നിലമ്പൂരിൽ പോയി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ചോദിക്കട്ടെ, അവരെ കൊണ്ട് രണ്ടാമത് ചെയ്യിപ്പിച്ചില്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്ത് ഇസ്ലാമിന്റെ കേന്ദ്രം ഏതാണ്? ഏറ്റവും ബറക്കത്തുള്ള നാട് ഏതാണ്? ബുഖാരി മറിക്കൂ, മക്കയേക്കാൾ ഇരട്ടി ബറക്കത്ത് മദീനക്കാണ്. മക്കയുടെ ഇരട്ടി ബറക്കത്ത് മദീനക്കാണ്. മക്കയിലുള്ളത് കഅബ ശരീഫാണ്. ആ കഅബ ഉണ്ടാകാൻ കാരണക്കാരൻ മദീനയിൽ കിടക്കുന്ന നേതാവാണ്. ബുഖാരിയിൽ കണ്ടോ, മുസ്ലിമിൽ കണ്ടോ? ഹദീസല്ലേ, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ലൈഫൈമാ ജഅൽത ബിമക്കത മിനൽ ബറകാ. എന്റെ ബുറുദയുടെ വിശദീകരണത്തിൽ ഞാനൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, മക്കയിലുള്ള ബറക്കത്തിന്റെ, മക്കയിലുള്ള പുണ്യത്തിന്റെ, മക്കയിലുള്ള ഗുണത്തിന്റെ നേരെ ഡബിൾ ബറക്കത്ത് നീ മദീനയിൽ സ്ഥാപിക്കണേ അല്ലാഹ്. മക്ക ശരീഫിലുള്ളതിന്റെ ഇരട്ടി ബറക്കത്ത് മദീനയിൽ. മുജാഹിദുൽ ജമാഅത്ത് മക്കത്ത് പോയിട്ട് മദീനത്ത് പോകാതെ മടങ്ങി വരുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് പോകാതെ
കൂടുതൽ ബർക്കത്തുള്ള സ്ഥലത്തേക്ക് പോകാതെ മടങ്ങി വരുന്നവരെക്കാൾ വിവരമില്ലാത്തവരാരാ? ജനങ്ങളോട് പറയും ഖുർആനും സുന്നത്തും മുറുകി പിടിക്കണം. മുറുക്കി പിടിച്ചാൽ പോരാ, തുറന്നു നോക്കണം. തുറന്നു നോക്കിയാൽ പോരാ, അറബി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമാമിങ്ങളെ പിന്തുടർന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതിനാൽ സർവ്വനട്ടവും പറ്റിപ്പോയി കേട്ടോ. മുജാഹിദിൽ കുടുങ്ങിയവന് നട്ടം പറ്റിപ്പോയി, ജമാഅത്തിൽ കുടുങ്ങിയവന് നട്ടം പറ്റിപ്പോയി, തബ്ലീഗിൽ കുടുങ്ങിയവന് നട്ടം പറ്റിപ്പോയി, കള്ളത്തരീഖത്തിൽ കുടുങ്ങിയവന് നട്ടം പറ്റിപ്പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ആഖിറത്തിലെത്തിയിട്ട് കൈയടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ ചിന്തിച്ചു, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഹദീസ് ഇല്ലെന്ന് പറയാൻ കഴിയോ? സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഇല്ലെന്ന് പറയാൻ കഴിയോ? അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ളഇഫൈ മാ ബിമക്കത മിനൽ ബറക. മക്കയിലുള്ളതിന്റെ ഇരട്ടി ബർക്കത്ത് മദീനയിൽ കൊടുക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കോ? ഖുർആനിൽ അല്ലാഹ് പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. റസൂലുള്ളാഹിന്റെ ഉത്തരം കിട്ടും, റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടും എന്ന് മാത്രമല്ല, ഔലിയാക്കളുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഖുർആൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയണു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. ശരിയായ ഈമാനും സൽക്കർമ്മമുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ വാഗ്ദത്തം അള്ളാഹു നിറവേറ്റൂലേ? എങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയണോ? ആ നബി തങ്ങളുടെ ദുആയാണ്, മദീനക്ക് ഇരട്ടി ബറക്കത്ത് നൽകണേ. ആ മദീനയിലുള്ളത് എന്താണ്? പള്ളിയാണ്. ആ പള്ളിയുടെ സമീപത്തുള്ളത് ആരാണ്? നബിതങ്ങളാണ്. നബിതങ്ങൾ കിടക്കുന്ന സ്ഥലത്തുള്ളത് എന്താണ്? പച്ചക്കൊള്ളുബയുള്ള ജാറമാണ്. ആ ജാറത്തിന്റെ ഉള്ളിൽ പിന്നെ ഉള്ളത് ആരാണ്? ഒന്ന് അബൂബക്കറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, രണ്ട് ഔലിയാക്കളാണ്. ആ ജാറം ഇന്നും അവിടെ ഇല്ലേ? കുറ്റ്യാടിയിലെ ജാറം പൊളിച്ചാൽ, അതേ എടവണ്ണയിലെ ജാറം പൊളിച്ചാൽ, ഓ സുഫഹാക്കളെ, മദീനത്തെ ജാറം അവിടെ തന്നെ ഇല്ലേ? ആ മദീനത്തെ ജാറം ഇന്നും മുസ്ലിം ലോകം കാണുന്നില്ലേ? ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ, അതിന്റെ ഒരു ചുമര് പള്ളിയുടെ ചുമരാണ്. ആ പള്ളിയുടെ മറുഭാഗത്തതാ നബിതങ്ങളിലേക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് സലാം പറയുന്ന ചുമര്. ആ ചുമരിന് റൗണ്ടായ പില്ലറുണ്ട്. പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ച പദ്യമുണ്ട്. ആ പദ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്ന പദ്യമാണ്. നബിതങ്ങളോട് സഹായം തേടുന്ന പദ്യമാണ്. അതെന്തിനാ എഴുതി വെച്ചത്? നമ്മളെ പള്ളിയിൽ നബൈത്തുൽ ഇത്തികാഫാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചുമര് നീയത്തിൽ നിന്ന് പുറത്ത് കണ്ടതല്ല. പിന്നെയോ പള്ളിയിലെത്തിയവന് ഇത്തികാഫ് മറന്നുപോകാതെ ഇത്തികാഫിന്റെ നീയത്ത് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചതാണ്. വിദേശ രാജ്യങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് സുബ്ഹാനല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് ചൊല്ലാനാ? അതെ, അതുപോലെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓർമ്മയായിട്ട് ചെയ്യാനാ. ഇതുപോലെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാന്റെ റസൂലിനെ വിളിക്കാതെ ശഫായത്ത് തേടാതെ ഒരു മുസ്ലിമും മടങ്ങിപ്പോകരുതെന്ന നിലക്ക് ഓർമ്മയാകാൻ മദീനയിലതാ റൗണ്ട് പില്ലറിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നു. കണ്ണുള്ളവർക്ക് കണ്ടൂടെ? അതേതാ എഴുതി വെച്ചത്? ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞതാ, ഇമാം നവവി ഇളാഹിൽ പറഞ്ഞതാ, ഇബ്നു അസാക്കിർ പറഞ്ഞതാ, ഇമാം ബൈഹഖി പറഞ്ഞതാ, ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ പദ്യമാ. ആ പദ്യം ഏതാണ്? അള്ളാന്റെ റസൂലിനെ വിളിക്കുന്ന പദ്യമാണ്. യാ ഖൈറാ മൻ ദുഫീനത് ബിൽഖാഇ അഅ്ലൂമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു. ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഖൈറായ നബിയെ, തങ്ങളെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടതിനാൽ ഈ പ്രദേശം പുണ്യഭൂമിയായി പോയി നബിയേ, സുഗന്ധഭൂമിയായി പോയി നബിയേ. രണ്ടാമത്തെ പദ്യം അതൊരു വല്ലാത്ത പദ്യമാ. ജമാഅത്ത് ഇസ്ലാമിക്കാരന് കേട്ടാൽ അപ്പൊ തന്നെ ബോധം കെട്ടി വീഴും. മുജാഹിദിന് കേട്ടാൽ ചിലപ്പോ അപ്പൊ തന്നെ അതാ ഹലാക്ക് വന്നു പോവും. നഫ്സി ഫീ ദഉല്ലി ഖബ്രിൻ അൻത സാകിനുഹു. എന്റെ ശരീരം, ഓ നബിയെ, എന്റെ ശരീരം അവിടുന്ന് കിടക്കുന്ന ഖബറിന് സമർപ്പിക്കുന്നു. കേരളത്തിലെ ഒറ്റ സുന്നിയും ഒരു അജ്മീറിലും പോയിട്ട് ഖബറിന് സമർപ്പിക്കുന്നു എന്ന് പറയാറില്ല. ഇവിടെ മദീനത്തെ ചുമരുമ്മൽ എഴുതി വെച്ചത്, ഓ നബിയെ, തങ്ങൾ കിടക്കുന്ന ഖബറിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു. പിന്നെ പറയുന്നതോ വെറുതെ അല്ല സമർപ്പിക്കുന്നത്. ഫീഹിൽ ജഹാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ഖബറിൽ നിന്ന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയേ, ധാരാളം ഗുണം കിട്ടുന്നു നബിയേ. മുസ്ലിമീങ്ങൾക്കുണ്ടോ സംശയം?
അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന് പോയപ്പോൾ പോലും സുഹൃത്തുക്കളെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം സഹായിച്ചില്ലേ? 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കിയിട്ട് 50ന്റെ പ്രതിഫലം 5 ഖിയാമത്ത് നാൾ വരെയുള്ള നമുക്കെല്ലാവർക്കും മൂസാ നബി വാങ്ങി തന്നില്ലേ? അത് ബുഖാരിയിലില്ലേ? അത് മുസ്ലിമിലില്ലേ? അത് നിഷേധിച്ച ഖുർആനിലുമില്ലേ? വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ മൂസാ നബി ഇസ്ലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? ആ മൂസാ നബി അലൈഹിസ്സലാം 6ാമത്തെ ആകാശത്തിൽ വെച്ച് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും സഹായിച്ചില്ലേ? മരിച്ചുപോയാ പിന്നെ സഹായിക്കൂല എന്നുള്ള അന്ധവിശ്വാസം അബൂജഹലിന്റേതല്ലേ? ഈ അബൂജഹലിന്റെ വാദം ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്തിന് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ നടന്നു ജമാഅത്തുകാരൻ? എന്തിന് പിഴപ്പിക്കാൻ നടന്നു മുജാഹിദ്? അതേ സമയത്ത് ഖുർആൻ അറിയുന്ന പണ്ഡിതന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. ഇമാം ബുഖാരി ഖുർആൻ അറിയുന്ന പണ്ഡിതനല്ലേ? ആ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു? ബുഖാരിയിൽ 3 സ്ഥലത്തുണ്ടായ ശബീബ് റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. ഏത്? മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റമളാനിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ 11 വർദ്ധിപ്പിച്ചിട്ടില്ല. ഏത് ബുദ്ധിയുള്ളവരും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. റമളാനിലും അല്ലാത്തപ്പോഴും വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ റമളാനിൽ മാത്രമുള്ള തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് അല്ലാതെ മനസ്സിലായി. ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാവുന്നു. അത് തിരിയാത്തത്തിന് ബുദ്ധി ഇല്ലാതെ തന്നെ പറയണം. മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. അല്ലാഹുവിന്റെ റസൂലിന്റെ തഹജ്ജുദും വിത്റും ഒന്നാണെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ? ആ വിത്ർ നിസ്കാരത്തിന് 11 റക്അത്തിനേക്കാ കൂട്ടിയിട്ടില്ല എന്ന് ആയിഷ ബീവി പറയാണ്. ആ ഹദീസ് ഇമാം ബുഖാരിക്ക് പറഞ്ഞുകൊടുത്ത ഉസ്താദ് ആരാ? പറഞ്ഞുകൊടുത്ത ഉസ്താദുമാര് മുഴുവനും മാലിക് ഇമാമിന്റെ ശിഷ്യന്മാര്. അവർക്ക് പറഞ്ഞുകൊടുത്തോ മാലിക് ഇമാമ്. ആ മാലിക് ഇമാമ് മുവത്തയിലെ ഹദീസ് രേഖപ്പെടുത്തിയത് എവിടെയാ? അബ്വാബുൽ വിത്രി, വിത്റിന്റെ അധ്യായത്തിലാ. കാരണം അത് വിത്റിനെ കുറിച്ചാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങൾക്കും അറിയാം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തറാവീഹ് 20 പഠിപ്പിച്ചത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 20 റക്അത്ത് തറാവീഹ്, ഒരു 20ൽ കുറഞ്ഞ തറാവീഹ് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അതാ മക്കയിലും മദീനയിലും ഇക്കഴിഞ്ഞ റമദാനിലടക്കം തറാവീഹ് 20 തന്നെ. ഈ മുസ്ലിം കൂട്ടായ്മയെ കുറ്റ്യാടിയിൽ ചോദ്യം ചെയ്തില്ലേ? ഇതിനെ ഇടവണ്ണയിൽ ചോദ്യം ചെയ്തില്ലേ? പുളിക്കലിൽ ചോദ്യം ചെയ്തില്ലേ? മക്കയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഇവര് മക്കയിൽ നടക്കുന്ന 20 റക്അത്തിനെ ചോദ്യം ചെയ്തില്ലേ? 4 ഇമാമിങ്ങളും പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്തില്ലേ? എന്നാ സുഹൃത്തുക്കളെ, ആ മാലിക് ഇമാമാണ് ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത് എല്ലാവർക്കും. മാലിക് ഇമാമിൽ നിന്നല്ലാതെ ഒരു മുസ്ലിമിനോ അബൂദാബിനോ തിരുമതിക്കോ ഒരാൾക്കും ആ ഹദീസ് കിട്ടിയിട്ടില്ല കേട്ടോ. മാലിക് ഇമാം പറയുന്നത് വിത്റിനെ കുറിച്ചാണ്. ആ മാലിക് ഇമാം അള്ളാന്റെ റസൂലിന്റെ ജാറത്തിങ്കിൽ നിൽക്കുകയാണ്. അബൂ ജാഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണർ വരികയാണ്. അവിടുന്ന് ഒരൽപ്പം ഉറക്ക ശബ്ദിക്കുകയാണ്. അതാ മാലിക് ഇമാമിന് രാഷ്ട്രീയക്കാര് തെറ്റ് പറഞ്ഞ നോക്കി നിൽക്കാൻ കഴിയൂല കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അങ്ങനെയാ. അപ്പോൾ പിന്നെ രാഷ്ട്രീയക്കാർക്ക് അവര് പറയും പോലെ നടക്കുന്ന ജമാഅത്ത് ഉണ്ടാക്കിയിട്ട്, അവര് പറയും പോലെ നടക്കുന്ന പണ്ഡിത സഭ ഉണ്ടാക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്ന പണ്ഡിതന്മാരെ അതാ രാഷ്ട്രീയക്കാർ അവർക്കങ്ങ് അടക്കിയിരുത്തിക്കളയാമെന്ന് തോന്നിയാൽ അതേ സുന്നത്ത് ജമാഅത്തിനെതിരെ അവസാനത്തെ തുള്ളി രക്തം വരെ പോരാടുമെന്ന് പറഞ്ഞാൽ അത് പറയാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടല്ലാതെ അടങ്ങിയിരിക്കൂല കേട്ടോ. സുന്നത്ത് ജമാഅത്ത് അതാണത്വത്തോടെ പറഞ്ഞതാ പഴയകാല പണ്ഡിതന്മാരെ ചരിത്രം. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഭരണാധികാരി ശബ്ദം കുറക്ക്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്താ. ഹുർമത്തുഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. ജീവിതകാലവും വഫാത്തിന്റെ ശേഷവും വ്യത്യാസമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ മുന്നിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ഫസ്തകാന ലഹാ അബൂ ജഅഫർ. ആ ഭരണാധികാരി അച്ചടക്കം കാണിക്കുന്നു, മാലിക് ഇമാമിന്റെ ഉപദേശം സ്വീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചോദിക്കുന്നല്ല, മാലിക് ഇമാം തങ്ങളെ, ഞാൻ ഇവിടെ സിയാറത്ത് ചെയ്യുമ്പോ അള്ളാഹുവിനോട് ദുആ നടത്തുമ്പോ ഞാൻ ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ നിൽക്കേണ്ടത്, അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടോ നിൽക്കേണ്ടത്? അസ്തഖ്ബിലുൽ ഖിബ്ലത അദ്ഉ അം അസ്തഖ്ബിലു റസൂലുള്ളാഹി. മാലിക് ഇമാമിന്റെ ചോദ്യം, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു,
ആ റസൂലുള്ളാഹിനെയും വിട്ട് നിങ്ങൾ എങ്ങോട്ട് എന്തിനു തിരിക്കണം? അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിക്കാതെ വേറൊരു ഭാഗത്തേക്ക് നിങ്ങൾ എന്തിനു തിരിക്കണം? വഹുവ വസീലതുക വവസീലതു അബീക ആദം വഹുവ വസീലതു അബീക യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നിങ്ങളുടെയും നിങ്ങളെ ഒപ്പാപ്പ ആദം നബിയുടെയും ഇടയാളനല്ലേ. നാദാപുരം ഖണ്ഡനത്തില് ഞാനിത് വിശദമായി പറഞ്ഞു, തീർത്തും പറഞ്ഞു. രണ്ടാമത്തെ പ്രസംഗത്തില് ഞാൻ അത് ചുരുക്കി പറഞ്ഞു. മൗലവി എന്ത് ചെയ്തു എന്നറിയോ? മൗലവി ആദ്യത്തെ പ്രസംഗത്തിൽ തീർത്തും പറഞ്ഞു അവിടെ മൂടി വെച്ചു. രണ്ടാമത്തെ പ്രസംഗം ചുരുക്കി പറഞ്ഞതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് കേൾവി പേരോട് കിതാബിൽ നിന്ന് കട്ടു എന്ന് പറഞ്ഞു. ഞാനല്ല കട്ടത് മൗലവിയ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അതേ പ്രസംഗത്തിന്റെ നേരെ മുമ്പത്തെ പ്രസംഗത്തിൽ ഞാൻ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസയും ഇമാമികളും എന്ന എന്റെ പ്രസംഗത്തിന്റെ സിഡിയും അതിന്റെ മുമ്പത്തെ സിഡിയും ഒക്കെ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് നിങ്ങൾ വേറൊരുത്തലേക്കും ചെയ്യേണ്ട, വലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ തിരിഞ്ഞു നിന്നോ, വസ്തശ്വീ ബിഹി, എന്റെ നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ, റെക്കമെന്റ് തേടിക്കോ. അതിനെന്താ തെളിവ്? മാലിക് ഇമാം പറയാണ്, വഖദ് ഖാല തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരി, വലൗ അന്നഹും യളമൂ അൻഫുസഹും അല്ലായ, അതെ അല്ലാഹ് ഖുർആനിൽ പറയുന്നത്, തെറ്റ് വന്നു പോയവർ നബിതങ്ങളെ സമീപിച്ചിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കുകയും നബിതങ്ങളോട് സങ്കടം പറയുകയും നബിതങ്ങളോട് റെക്കമെന്റ് ആവശ്യപ്പെടുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുകയുമായാൽ അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് അറിയിക്കുന്ന ആയത്ത് ഖുർആനിലുണ്ട്. ഭരണാധികാരി, ഈ ആയത്തിന് ഞാൻ എന്റെ വകയിൽ അർത്ഥം പറഞ്ഞതല്ല, ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് അർത്ഥം പറഞ്ഞത്. സുഹൃത്തുക്കളെ, മാലിക് ഇമാം ഖുർആൻ ഓതിയിട്ട് റസൂലുള്ളാഹിനെ ശഫാഅത്തിന് വിളിക്കാൻ പറയാണ്. റസൂലുള്ളാഹിനെ ശഫാഅത്തിന് വിളിച്ച മുസ്ലിം കാഫിറാണെന്ന് IPH പുസ്തകത്തിൽ പരലോകം ഖുർആനില് TK അബ്ദുള്ള മൗലവി പറയുകയാണ്. അതെ, അല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിച്ച കാഫിർ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗാസ ചെയ്യുന്നവന് കാഫിറാക്കാൻ ശ്രമിക്കുകയാണ്. ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ എന്തിന് കാഫിറാക്കണം ജമാഅത്തുകാരാ? എന്തിന് മുസ്ലിമീങ്ങളെ കാഫിറാക്കണം മുജാഹിദേ? മുസ്ലിം ബഹുഭൂരിപക്ഷ കാഫിറാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ നേടാനുള്ളത്? അപ്പൊ ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? ഹദീസ് പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടണമെന്നാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, മഖ്ബറയ്ക്ക് വലിയ ബഹുമാനമുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാ? അള്ളാന്റെ റസൂൽ പറഞ്ഞ അൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന, മഹാന്മാരെ ഖബർ സ്വർഗത്തോട്ടമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗത്തിന് ബഹുമാനുണ്ടോ ഇല്ലേ? പറയട്ടെ മൗലൈമാര്, സ്വർഗത്തിന് ബഹുമാനുണ്ടോ ഇല്ലേ? സ്വർഗത്തിനെ ബഹുമാനിക്കണോ വേണ്ടേ? പറയട്ടെ മൗലൈമാര്. അൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന, മഹാന്മാരെ ഖബർ സ്വർഗത്തോട്ടമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാ റസൂലുള്ളാഹിന്റെ ഖബറോ? അവിടുന്ന് അതാ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊടുക്കാണ്, ബാബു ഫളീലി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി. അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെയും അള്ളാന്റെ റസൂലിന്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. കാരണം എന്റെ അവിടുത്തെ ഖബറിന് മാത്രമല്ല ബഹുമാനം, ജാറത്തിന് മാത്രമല്ല ബഹുമാനം, ജാറത്തിന്റെ പരിസരങ്ങളും സ്വർഗത്തോട്ടമാണ്. ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ പാർപ്പിടത്തിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അതേത് പാർപ്പിടമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ഭാര്യമാരുണ്ട്, അവിടെയെല്ലാം പാർപ്പിടവുമുണ്ട്. പക്ഷേ ഒരു പാർപ്പിടമാണ് അതുകൊണ്ട് ഉദ്ദേശം. അവിടുന്ന് വഫാത്തിന്റെ ശേഷം പാർക്കുന്ന പാർപ്പിടം, അത് ആയിഷ ബീവിയുടെ റൂമാണ് കേട്ടോ. ആ പാർപ്പിടത്തിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം, അതാണ് ഇമാം ബുഖാരി, ബുദ്ധിമാനായ ഇമാം ബുഖാരി ബാബു ഫളീലി മാ ബൈനൽ ഖബ്രി വൽ മിൻബരി എന്ന അധ്യായം കൊടുത്തത്. ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. ഹദീസ് കൊണ്ടുവരുന്നു സ്വർഗത്തോട്ടമാണ്. അപ്പൊ ഖബർ മാത്രമല്ല, ഖബറിന്റെ പരിസരം സ്വർഗത്തോട്ടമാണ്. സുഹൃത്തുക്കളെ, ഇനിയൊന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ഖബറിന്റെ സമീപത്ത് പോകാൻ പഠിപ്പിച്ചതാരാ? മുഹമ്മദ് റസൂലുള്ളാഹി. പോകുന്നു ഖബറിന്റെ അടുക്കല്, ഖബറിലുള്ളവരെ വിളിക്കാൻ പഠിപ്പിച്ചതാരാ? നബി തങ്ങൾ പോയി വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ വിളിച്ച് പഠിപ്പിച്ചേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ.
എന്നിട്ട് അള്ളാന്റെ റസൂല് ജീവിതകാലത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ സംസാരിക്കുന്നു. അതേ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും വരുന്നുണ്ട്. നമ്മൾ സാധാരണ പറയില്ലേ അടുത്ത പ്ലെയിനിൽ ഞാനും ഉണ്ട്. ഇന്നിപ്പോൾ ഈ സദസ്സിൽ വന്നപ്പോ നമ്മുടെ സയദി പറഞ്ഞു നാളെ ഞാൻ ദുബായിലേക്കുണ്ട്, അവന് മറ്റന്നാൾ ഞാനും ഉണ്ട്. സഹോദരന്മാരെ, അതുപോലെ ഖബറിലുള്ളവരോട് പറയാണ് ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാഹ് ഞങ്ങളും വരുന്നുണ്ട്. ജീവിതകാലത്ത് പറയുമ്പോൾ തന്നെ മരിച്ചവരോട് പറയാൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹല്ലേ. അത് കഴിഞ്ഞിട്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ മുജാഹിദ് പറയുന്നു, ജമാഅത്തുകാർ പറയുന്നു, ഖബറിൽ നദാ മഖ്ബറിന്റെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. ഖബർ സിയാറത്തിന് കുഴപ്പമില്ല, പക്ഷേ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല. അപ്പൊ ഖബർ ഇങ്ങോട്ട് വന്നാൽ സിയാറത്ത് ചെയ്യാൻ അല്ലാത്തൊരു ബുദ്ധി തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യാൻ പറ്റൂല, ഖബർ സിയാറത്തിന് കുഴപ്പമില്ല. പക്ഷേ അവരെന്നെ പിന്നെ ഒന്നും കൂടി കൂട്ടിക്കൊടുത്തവിടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല. ആര് പഠിപ്പിച്ചതാണത്? ഏത് ഇബ്ലീസാണ് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നേതാവ് ആ റസൂലുള്ളാഹി അങ്ങക്ക് പഠിപ്പിച്ചത് എന്താ? ഖബറിന്റെ സമീപത്ത് എന്നിട്ട് നബിതങ്ങള് ഖബറിലുള്ളവരെ വിളിച്ചിട്ട് വിളിച്ചതിന് ശേഷം അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഗഫറല്ലാഹു ലനാ വലക്കും യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നമ്മക്കും അല്ലാഹു പുറത്തു തരട്ടെ, നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. മരിച്ചവർക്കും പ്രാർത്ഥിക്കണം, ജീവിച്ചിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ മരിച്ചവരുടെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് എവിടുന്നാ അല്ലാഹുവിന്റെ റസൂല് പോയത്? മസ്ജിദുൽ മദീന, 1 ലക്ഷക്കണക്കിന് കൂലി കിട്ടുന്ന മസ്ജിദുൽ മദീന. ആ മദീനത്തെ പള്ളിയിൽ നിന്ന് മക്ബറെ പോവാണ് നബിതങ്ങള്. എന്റെ മക്ബറേന്ന് ദുആർക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചോദിക്കട്ടെ, ആ റസൂലുള്ളാഹിനെ പിന്തുടരുന്ന സുന്നത്തി ജമാഅത്തുകാര് അവരല്ലേ മുസ്ലിമീങ്ങള്? ഇനി നിങ്ങൾ ഏത് വിഷയമെടുത്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികള് മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ? അതാ ബുഖാരിയിലെ ഹദീസില്ലേ, ഉമ്മു സുലൈം ബേബിയുടെ മകൻ മരിച്ചപ്പോ മയ്യത്തും കിടത്തിയിട്ട് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ഭർത്താവ് അത് കഴിച്ചിട്ടില്ലേ? അത് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞപ്പോ ആ പെണ്ണിനെ പുകഴ്ത്തി പറഞ്ഞിട്ടില്ലേ മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൂടാ എന്ന അന്ധവിശ്വാസം? ഏത് മതക്കാരാണ് ഇവരെ പഠിപ്പിച്ചത്? ഒന്നുകൂടി ചോദിക്കട്ടെ, അതാ കാനൂ യസ്തഹിബൂന യുതഅമാനിൽ മയ്യിത്തി 7 അയ്യാം, 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുക്കുകയും അത് നല്ലതായി അവർ പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുവെന്ന് ഇമാം സുയൂത്തി അഹ്മദ് റളിയല്ലാഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചില്ലേ? അങ്ങനെ 7 ദിവസം മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാ? 7 ദിവസം മയ്യത്തിന് ഖബറിൽ ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ അവർക്ക് ഇളവ് കിട്ടാനാണ്. ചോദിക്കട്ടെ, അതേ സുഹൃത്തുക്കളെ, അതാ നബിതങ്ങള് ഇദാ ഹദർതുൽ മരീദാബിൽ മയ്യിത ഫഖൂലു ഖൈറാ, മയ്യത്തിന്റെ അടുക്കൽ നിങ്ങൾ ഖൈറായത് ചൊല്ലണമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ഖൈറായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ചൊല്ലിയിട്ട് മുസ്ലിമീങ്ങളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എതിരാളികളായി ആ ദിക്ർ നിങ്ങൾ നിർത്തിയില്ലേ? എന്നിട്ടതാ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടും ദുനിയാവിന്റെ വർത്തമാനം പറഞ്ഞിട്ടും ഈ മയ്യത്ത് കൊണ്ടുപോകാനുള്ള വകുപ്പുണ്ടാക്കിയില്ലേ? അള്ളാന്റെ ദീന് വെട്ടിമുറിച്ച് നശിപ്പിച്ചു, റക്അത്തുകൾ വെട്ടിമുറിച്ചു, ഭാഷ മാറ്റി, ദിക്ർ മാറ്റി, സ്വലാത്ത് മാറ്റി, ഖുർആനോത്ത് മാറ്റി, സദഖ മാറ്റി, അള്ളാന്റെ ദീന് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ട് അതാ ദീനനുസരിച്ച് ശരിയായ വഴിയിൽ നടക്കുന്ന സുന്നത്ത് ജമാഅത്തുകാരെ നിങ്ങൾ ബിദ്അത്തുകാരെന്ന് പരിചയപ്പെടുത്തിയില്ലേ? നിങ്ങൾ മുശ്രിക്കീങ്ങളെന്ന് പരിചയപ്പെടുത്തിയില്ലേ? ഇതിന് മുസ്ലിം സമുദായത്തിൽ ഓരോ മഹല്ലത്തിലും ഇവർ ഭിന്നിപ്പുണ്ടാക്കിയില്ലേ? ഈ ഭിന്നിപ്പിനെ കുറിച്ചൊരക്ഷരം പറയാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചിവിടെ നിർത്തുന്നവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. അവരോടൊരു കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്റെ പ്രസംഗം നിർത്തട്ടെ. അതാ മുൻഗാമികളായ മഹാന്മാർ മാമിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏത് നബിമാർക്കും